ഇടുക്കിയിൽ ധീരജ് വധക്കേസ് പ്രതി പട്ടികയിൽ ഉൾപ്പെട്ടയാൾ UDFിന്റെ സ്ഥാനാർത്ഥി. 6ാം പ്രതിയായ സോയിമോൻ സണ്ണിയാണ് മത്സരിക്കുന്നത്. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ 6ാം വാർഡ് അട്ടിക്കുളത്താണ് സോയിമോൻ സണ്ണി മത്സരിക്കുന്ന. വിവരങ്ങളുമായി അമൽനാഥ് പാടിച്ചാൽ ചേരുകയാണ്. അമൽനാഥ്, ഈ ഒരു പാവം പയ്യനെ കുത്തിക്കൊന്നവരെ തൻ്റെ കുട്ടികളെ അഭിസംബോധന ചെയ്ത KPCC പ്രസിഡന്റായിരുന്നു K. സുധാകരൻ. ഇപ്പോഴിതാ അത് കുറെ കൂടി അരക്കിട്ടുറപ്പിക്കുന്നു. അജിംഷാ, തീർച്ചയായും അത് പ്രതികളെ സംരക്ഷിച്ചു നിർത്തുന്നു, UDF സംരക്ഷിച്ചു നിർത്തുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി നമുക്കിതിനെ കാണാൻ വേണ്ടി സാധിക്കും. ഇടുക്കി പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിയായ ധീരജിനെ കുത്തിക്കൊലപ്പെടുത്തിയതിലെ 6ാം പ്രതിയാണ് സോയിമോൻ സണ്ണി. സോയിമോൻ സണ്ണിക്കാണ് വീണ്ടും തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ സീറ്റ് നൽകിയിരിക്കുന്നത്. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ 6ാം വാർഡായിട്ടുള്ള അട്ടിക്കളത്താണ് ഇത്തരത്തിൽ ഈ മത്സരിക്കാൻ വേണ്ടി സീറ്റ് ഈ സോയിമോൻ സണ്ണിക്ക് നിലവിൽ നൽകിയിരിക്കുന്നത്. ഇദ്ദേഹം 4ാം വാർഡിലെ മെമ്പറായിരുന്നു. വീണ്ടും മറ്റൊരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇത്തരത്തിൽ ഈ പ്രതിക്ക് സീറ്റ് നൽകിക്കൊണ്ട് ആ പ്രതിയെ സംരക്ഷിച്ചു നിർത്തുന്ന ഒരു നിലപാട് തന്നെയാണ് നിലവിൽ ഇപ്പോൾ UDFിൻ്റെ ഭാഗത്തു നിന്നുമുള്ളത്. ഈ 6ാം വാർഡിന് പുറമെ 11ാം വാർഡിലും ഈ നാമനിർദ്ദേശ പത്രിക ഈ സോയിമോൻ സണ്ണി നൽകിയിട്ടുണ്ട് എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ ഈ 6ാം വാർഡിലെ മുൻ മെമ്പറായിട്ടുള്ള സിൽവിയും നിലവിൽ ഇപ്പോൾ ഈ 6ാം വാർഡിലേക്ക് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. അതായത് 6ാം വാർഡിൽ സോയിമോൻ സണ്ണിക്ക് പുറമെ മറ്റൊരു UDF സ്ഥാനാർത്ഥി കൂടി, അല്ലെങ്കിൽ ഒരു റിബൽ സ്ഥാനാർത്ഥി എന്ന് പറയാൻ വേണ്ടി സാധിക്കും, സിൽവി കൂടി നാമനിർദ്ദേശ പത്രിക നിലവിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ ധീരജിനെ 2022 ജനുവരി 10 ഇത്തരത്തിൽ കൊലപ്പെടുത്തുന്നത്. ഈ ഒരു കോളേജിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പിന് ശേഷം 1 മണിയോടുകൂടി സംഘർഷം മനഃപൂർവ്വം ഉണ്ടാക്കി കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ആ കേസിലെ 6ാം പ്രതിയെയാണ് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരു സ്ഥാനത്തേക്ക് എത്തിച്ചുകൊണ്ട് നിലവിൽ ഇപ്പോൾ UDF സംരക്ഷിച്ചു നിർത്തുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതേസമയം തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിലെ 1ാം പ്രതിയായിട്ടുള്ള നിഖിൽ പൈലിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അടക്കം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇത്തരത്തിൽ താൻ മത്സരരംഗത്തേക്ക് വരുമെന്ന രീതിയിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് അടക്കം കണ്ടിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ ഈ കൊലപാതക കേസിലെ പ്രതികളെ അടക്കം സംരക്ഷിച്ചു നിർത്തുന്ന നിലപാട് തന്നെയാണ് UDFിൻ്റെ ഭാഗത്തു നിന്നും കാണാൻ വേണ്ടി സാധിക്കുന്നത്. ജിംഷാ.